നമസ്കാരം. നമസ്കാരം. ആരാ മനസ്സിലായില്ല? ഞാനോ? ഞാൻ സുലോചന തങ്കപ്പൻ. ഈ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു പ്രമുഖ സംഘടനയുടെ പ്രസിഡന്റ് ആണ്. നിങ്ങളോടൊരു പ്രത്യേക കാര്യം പറയാനായിട്ട് വന്നതാണ്. അതും വളരെ ശക്തമായിട്ട് തന്നെ. നിങ്ങൾ ഈ കോമഡി പരിപാടിയിൽ ഞങ്ങളെ സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതികരിച്ചിരിക്കും. മേലാൽ ഇനി ആവർത്തിച്ചാൽ ഞങ്ങൾ അതിനുള്ള തീരുമാനം ഐകകണ്ഠേന എടുത്തിട്ടുണ്ട്. അത് സൂജയുടെ വീട്ടിൽ ഞായറാഴ്ച കൂടി അയൽക്കൂട്ടത്തിൽ വെച്ച് അടുക്കള വെച്ചെടുത്ത തീരുമാനം. അടുക്കളയിൽ വെച്ചൊക്കെയാണോ ഈ തീരുമാനം എടുക്കുന്നത്? അടുക്കളയിൽ വെച്ചെടുത്ത തീരുമാനമാണെങ്കിലും ചീഞ്ഞ വാട്ടച്ചായയും ഏത്തക്കാപ്പൊക്കെ ആണെങ്കിലും തീരുമാനം വളരെ ശക്തമായിരുന്നു. ആണോ? എന്നെ കെട്ടിവെച്ചതങ്ങ് കോട്ടയത്താണെങ്കിലും അല്ല കെട്ടിച്ചു വിട്ടതങ്ങ് കോട്ടയത്താണെങ്കിലും ഞാൻ വരുന്നത് വാഗത്താനത്തുന്ന. ഭർത്താവുമായിട്ട് അത്ര സ്വരച്ചേർച്ചയിലല്ല. അങ്ങേരുടെ തീരുമാനങ്ങൾ ശരിയല്ലെന്നേ. അയാള് പറയാ ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേക്കണമത്രേ, ചായ തിളപ്പിച്ചു കൊടുക്കണമത്രേ, തുണി കഴുകി കൊടുക്കണമത്രേ, പോരാത്തതിന് കുട്ടികളെ പ്രസവിക്കണമത്രേ, വളർത്തണമത്രേ. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഒരു ഭർത്താവിന് ഭാര്യയോട് പറയാൻ കൊള്ളാവുന്ന കാര്യമാണോ? ഇത്തരം പരാമർശങ്ങളെ ഞങ്ങൾ സ്ത്രീകൾ ശക്തമായി തടഞ്ഞിരിക്കും. തടഞ്ഞിരിക്കാൻ തൊണ്ടയിലല്ല വല്ല മീന്റെ മുള്ളും കുടുങ്ങി പോയിട്ടുണ്ടോ? ഞാൻ പുരുഷന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അടിപൊളി അടിപൊളി. എന്റെ പേര് മനുരഞ്ജൻ. മണാഞ്ചനല്ല, മനുരഞ്ജൻ. പുരുഷന്മാർക്ക് എവിടെ പീഡനമുണ്ടോ അവിടെ ഒരു ഡിങ്കനെ പോലെ ചുമന്ന ജട്ടി വിട്ട് പറന്നു വന്ന് അവരുടെ തീരുമാനങ്ങൾക്ക് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ഒരു സ്ത്രീ നിൽക്കുന്ന വേദിയിലാണോ ഇത്ര മോശം പദങ്ങൾ ഉപയോഗിക്കുന്നത്? നിങ്ങൾ ഇത് കേൾക്കുന്നില്ലേ? എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്താണ് ഇയാൾ ജെട്ടി എന്ന് പറഞ്ഞില്ലേ? ജെട്ടി എന്ന പദം ഉപയോഗിച്ചില്ലേ? ഡിങ്കന്റെ ജെട്ടി, ജെട്ടി എന്ന പദം പ്രയോഗിച്ചിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ജെട്ടി ഇയാൾ പറഞ്ഞു. ഞാൻ ഒരു ജെട്ടി എന്നല്ലേ പറഞ്ഞുള്ളൂ. ഇവളിപ്പോ ഒരു 10,000 ജെട്ടി എന്ന് പറഞ്ഞില്ലേ? അല്ല തന്നെ നിങ്ങളുടെ അച്ഛൻ എവിടാ ജോലി? ബോട്ട് ജെട്ടി. അതൊരു മോശം സ്ഥലമാണോ? അല്ലല്ലോ. അതെ, നിങ്ങൾ അങ്ങനെ എന്നെ കൊച്ചാക്കിയൊന്നും വേണ്ട. ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന എത്രയോ കാര്യങ്ങളുണ്ട് മിസ്റ്റർ. എന്താണ് അറിയപ്പെടുന്നത്? ഞങ്ങളുടെ സ്ത്രീകളുടെ പേരിലല്ലേ മിക്ക നദികളും അറിയപ്പെടുന്നത്. ഉദാഹരണത്തിന് യമുന, ഗംഗ, കാവേരി, സിന്ധു. ഏതെങ്കിലും പുരുഷന്മാരുടെ പേരിൽ നദികൾ അറിയപ്പെടുന്നുണ്ടോ? ഈ നദികളെല്ലാം ചെന്ന് ചേരുന്നത് എവിടാ? അറബിക്കടലിലല്ലേ? അറബിയാരാ ആണല്ലേ, അല്ലാതെ അറബിക്കടലിലാണോ ഇത് ചെന്ന് ചേരുന്നത്? മിസ്റ്റർ, നിങ്ങൾ അങ്ങനെ സംസാരിക്കരുത്. നിങ്ങൾ പുരുഷന്മാർ കൈയടക്കി വെച്ചിരിക്കുന്ന മേഖലകളിലെല്ലാം നമ്മൾ സ്ത്രീകൾ കടന്നു ചെന്നിട്ടുണ്ട്, ഇല്ലേ? നിങ്ങൾ ഫയർഫോഴ്സിലുണ്ടോ? ഇല്ല. ഇല്ല. എന്താ കാരണം? ഇവർക്ക് തീ കൊളുത്താനല്ലേ അറിയാവുള്ളൂ, തീ അണയ്ക്കാൻ ഇവർക്ക് അറിയാവോ? എത്ര കുടുംബങ്ങളെ ഇവർ കത്തിച്ചു വിട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് 5 ആങ്ങളമാർക്ക് ഒരു സഹോദരി ഉണ്ടെങ്കിൽ ആ സഹോദരി ഒരു കല്യാണം കഴിച്ച ഒരുത്തനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെത്ര സ്നേഹത്തോടാണ് അവരെ നോക്കുന്നത്. പക്ഷേ 5 പെങ്ങന്മാർക്കെങ്ങാനും ഒരു ആങ്ങളെ ഉണ്ടെങ്കിൽ അവനൊരു കല്യാണം കഴിച്ചുകൊണ്ട് ഒരുത്തിയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാത്തൂമ്പോരിന്റെ പേരിൽ ആ പെണ്ണിനെ മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് വരെ കുടിക്കത്തില്ലേ? ശരിയാണ്. നിങ്ങൾ പുരുഷന്മാരെക്കാളും മേഖലയിലാണ് എന്തുകൊണ്ടും സ്ത്രീകൾ. ഞങ്ങൾ കാലെ പിടിച്ച് വലിയ താഴോട്ട് മേലോട്ട് പോയി. സ്ത്രീയും പുരുഷനും ഒക്കെ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ. കറക്റ്റ് കാര്യമാണ്. സ്ത്രീയും പുരുഷനും ഒരു നാണയത്തിന്റെ 2 വശമാണ്. പക്ഷേ ആ 3 തലയുള്ള സിംഹമാണ് ഞങ്ങൾ ആണുങ്ങൾ. അപ്പുറത്തെ സൈഡിലെ പൈസ പെണ്ണുങ്ങൾ. അയ്യോ, സിംഹം ഞാൻ ആയിക്കോളാം, പൈസ നിങ്ങളായിക്കോ. സിംഹം ഞങ്ങൾ ആണുങ്ങൾ തന്നെയാണ്. അയ്യോ, ഞങ്ങൾ ആണുങ്ങളാണ് സിംഹം. അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പുരുഷനില്ലാത്ത സ്ത്രീ ഇല്ല, സ്ത്രീ ഇല്ലാത്ത പുരുഷനില്ല. അത് മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ബഹളം വെക്കരുത്, നിങ്ങൾ ഒന്നിക്കണം. അതെങ്ങനെ ശരിയാകും? ഒന്നിച്ചെങ്ങനെ പോകും? നിങ്ങൾ ഒന്നിക്കണം. അല്ല, പുരുഷൻ സ്ത്രീ ഒന്നിച്ച് അതെങ്ങനെ ശരിയാകും? അല്ല, പുരുഷ സംഘടനയുടെ പേര് പിരിവെടുത്തല്ലേ ഞാൻ ജീവിക്കുന്നത്, അതുപോലെ സ്ത്രീ സംഘടനയുടെ പേര് പിരിവെടുത്തല്ലേ ഇദ്ദേഹം ജീവിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ഒന്നിക്കും? എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല, വിയർപ്പിന്റെ അസുഖമുണ്ട്. പിന്നെ ഇങ്ങനെ ഭിന്നിപ്പിച്ച് നടത്തിയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട്. എന്റെ ഉല്ലാസ ബിനുവും ഇതൊക്കെ ഒരു വയറ്റിപ്പഴുപ്പല്ലേ? നടക്കട്ടെ, അടിപൊളി.